നെക്സ്റ്റ് നമ്മളെ മൂന്നാമത്തെ തിയറിയാണ്. മൂന്നാമത്തെ തിയറി എന്താണ്? ഗോർഡൻ മോഡൽ. ഫസ്റ്റ് മോഡൽ വാൾട്ടർ ഡിവിഡൻറ്റ് മോഡൽ നമ്മൾ നോക്കി. രണ്ടാമത്തത് ഗോർഡൻ ഡിവിഡൻറ്റ് മോഡൽ. ഇത് രണ്ടും റിലവൻസ് ഡിവിഡൻറ്റ് തിയറീസുകളാണ് പറഞ്ഞിട്ടുണ്ട്. ഗോർഡൻ തിയറിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അതുപോലെ തന്നെ റെലവൻസ് തിയറി എന്ന് പറഞ്ഞാൽ തന്നെ ഡിവിഡൻറ്റ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഗോർഡനും പറയുന്നത്. ഗോർഡൻ എന്താ പറയണത്? ഗോർഡൻ്റേതായിട്ടുള്ള ചിന്താഗതികളുണ്ട്. അതിലെന്താ പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കുറേ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് മാറ്റി വെക്കാതെ അപ്പോൾ കിട്ടുന്ന ഡിവിഡൻറ്റ് ഡിവിഡൻറ്റ് കൊടുത്താലുള്ളൂ ക്യാപിറ്റൽ ഗെയിനിലേക്ക് മാറ്റി വെക്കാതെ ഫേമിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഡിവിഡൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് ഒന്നല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് പേ ഔട്ട് ചെയ്യുക. അതാണ് നമ്മളെ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഗോർഡനും പറഞ്ഞിട്ടുള്ളത്. നല്ല ക്യാപിറ്റൽ ഗെയിനിലേക്ക് നമുക്ക് മാറ്റി വെക്കാം, അതുപോലെ തന്നെ ഡിവിഡൻറ്റും കൊടുക്കണം. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് കൈകാര്യം ചെയ്യണം എന്നാണ് ഗോർഡനും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് എന്ത്? ആകെ ഒരു ഇക്വേഷൻ ഉള്ളൂ. P0 is equal to E into 1 minus B divided by KE minus BR. അതിൽ E എന്ന് പറഞ്ഞാൽ P0 എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, E എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ, B എന്ന് പറഞ്ഞാൽ റീറ്റൻഷൻ റേഷ്യോ, KE റീറ്റൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നമ്മൾ എത്ര രൂപയാണോ റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് എത്ര രൂപയാണോ മാറ്റി വെക്കുന്നത്, അതാണ് റീറ്റൻഷൻ റേഷ്യോ. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. BR എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് തന്നെയാണ്, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ BR എന്ന് പറഞ്ഞാൽ റീറ്റൻഷൻ റേഷ്യോ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് BR. റീറ്റൻഷൻ റേഷ്യോവും അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേണും ഇൻറ്റു ചെയ്തതാണ് BR എന്ന് പറഞ്ഞാൽ G എന്ന് പറയും, ഗ്രോത്ത് റേറ്റ് തന്നെയാണ് BR എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ലിമിറ്റഡ്. ഏർണിംഗ് പെർ ഷെയർ 10, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%, ഫൈൻഡ് ഔട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ അണ്ടർ ദ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ 8%, 10% and 15%, ഡിഫറെൻറ്റ് പേ ഔട്ട് റേഷ്യോ 40%, 80%, 100%. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി. അതുപോലെ തന്നെ ഏർണിങ്സ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് 10 രൂപയാണ്. കിട്ടുന്ന ഏർണിങ്സ് ഓരോ ഷെയറിനും കിട്ടുന്ന ഏർണിങ്സ് 10 രൂപയാണ്. അതുപോലെ കോസ്റ്റ് ഓഫ് KE എന്ന് പറഞ്ഞാൽ 10% ആണ്. 6 റേറ്റ് ഓഫ് റിട്ടേൺ. ഈ റേറ്റ് ഓഫ് റിട്ടേണിനനുസരിച്ചാണ് നമുക്ക് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ കൊടുക്കുമല്ലോ. അതിനെ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഓരോ റേറ്റ് ഓഫ് റിട്ടേണിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യണതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കണേ. നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് 40%, 80%, അതുപോലെ തന്നെ 100% ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഓരോരോ എഫക്റ്റിലും കാണുക. ഡിവിഡൻറ്റ് 40% കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 8%, റേറ്റ് ഓഫ് റിട്ടേൺ 10% ആകുമ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ 50% ആകുമ്പോഴുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കണം. അതുപോലെ തന്നെ ഡിവിഡൻറ്റ് റേറ്റ് 80% ഡിവിഡൻറ്റ് റേറ്റ് കൊടുക്കുമ്പോൾ 8%, 6%, 10%, 15% ആകുമ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് കാണാം. അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവിഡൻറ്റ് പേ ഔട്ട് 100% കൊടുക്കുമ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ 8%, 10%, 15%, ഇങ്ങനെ മൂന്ന് മാർക്കറ്റ് പെർ ഷെയർ നമ്മൾ കാണണം. 3 കറൻറ്റ് മാർക്കറ്റ് പ്രൈസും നമ്മൾ കാണണം. അതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എന്നിട്ടിട്ട് ഇതാ വെൻ ഡിവിഡൻറ്റ് പേ ഔട്ട്
റേഷ്യോ 40%. ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സിൻ്റെ 40% നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ 40% ഡിവിഡൻഡ് കൊടുത്താൽ നമുക്ക് കിട്ടണ ഇത് എത്ര ആയിരിക്കും നോക്കുക. അപ്പോൾ റീറ്റൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നമ്മൾ എത്ര ശതമാനം മാറ്റി വെക്കും? 60%. കാരണം 100%ൻ്റെ 40%, ഒരു ഏർണിങ്സ് കിട്ടിൻ്റെ 40% നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുക്കും? 60%. റീറ്റൻഷൻ റേഷ്യോ 60%. ഈ റീറ്റൻഷൻ റേഷ്യോ ആണ് എന്ത്? ഈ റീറ്റൻഷൻ റേഷ്യോ ആണ് നമ്മളെ ബി എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്നതാണ് റീറ്റൻഷൻ റേഷ്യോ. ബി എന്ന് പറയുന്നതാണ് എന്ത്? റീറ്റൻഷൻ റേഷ്യോ. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് പോവുകയാണ്. വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് 40% ആകുമ്പോഴുള്ള നമ്മളെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണണം. P0 E × 1 - B / KE - BR വരെ. ഈ എത്രയാണ്? 10 × 1 - B എത്രയാണ്? ബി റീറ്റൻഷൻ റേഷ്യോ 60%. 60%. റിട്ടൻഷൻ റേഷ്യോ എത്ര ശതമാനമാണ്? 60%. ബി എന്ന് പറയുന്നത് റീറ്റൻഷൻ റേഷ്യോ 60%. 60%നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 60% കാൽക്കുലേറ്ററിൽ കണ്ടാൽ 60 / 100 കാണുമ്പോൾ നമുക്കത് 0.6 കിട്ടും. / KE കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.10 മൈനസ് ബി എത്ര? 0.6 × 6 എത്ര? 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ കണ്ടു. നമ്മൾ വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40%ൽ നമ്മൾ ഏതൊക്കെ കാണണം? 40% R = 8%, R = 10%, R = 50%. 50%, R = 50. ഈ 3 മെത്തേഡിലും ഈ 3 കേസിലും നമ്മൾ കാണണം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് R എത്ര? 8% ആണ്. 0.08 ആവും. എന്ത്? അതിൻ്റെ 8% കാണുമ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 77. ആദ്യം 1 - 0.6 കൊണ്ട് മൈനസ് ചെയ്യുക. ഇത് ആദ്യം മൈനസ് ചെയ്യുക, എന്നിട്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. / ആദ്യം ഇത് 2 ഇൻറ്റു ചെയ്തിട്ട് ഇതിനെ കൊണ്ട് മൈനസ് ചെയ്താൽ നേരെ ഡിവൈഡ് ചെയ്യുക. 77 കിട്ടും. ഇനി രണ്ടാമത്തിൽ P0 E എത്ര? ഏർണിങ്സ് 10 ഇൻറ്റു 1 - B എന്ന് പറയുന്നത് 0.6. റിട്ടൻഷൻ റേഷ്യോ 60% ഡിവൈഡഡ് ബൈ 0.10 മൈനസ് 0.6. റിട്ടൻഷൻ 6 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ 10%. 0.10 ആണ്. എത്ര നമുക്ക് ഉത്തരം കിട്ടുക? 100. അതുപോലെ തന്നെ ഇത് ഇക്വേഷനൊക്കെ തന്നെ. E എന്ന് പറയുന്നത് 15 E എന്ന് പറയുന്നത് 10 ഇൻറ്റു 1 - B എന്ന് പറയുന്നത് 0.6. B 0.6 ഡിവൈഡഡ് ബൈ KE 0.10 മൈനസ് B 0.6 ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ 15%. 15% 0.15. എത്ര? 400. അപ്പോൾ 40% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 8%. നമുക്ക് കിട്ടുന്ന റിട്ടേൺ 8% ആകുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 77. 40% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ് 100. 40% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ 15% നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ്
കറണ്ട് മാർക്ക് പ്രൈസ് 400 കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിൽ കാണാം, വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്ര പെർസെൻറ്റേജ് ആവും? 40% ഫസ്റ്റ് എടുത്തു, 80%. അപ്പോൾ 80% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ബാക്കി നമുക്ക് കിട്ടണ നമ്മൾ എത്ര മാറ്റും? ബി ആയിട്ട് നമ്മൾ എത്ര മാറ്റും? റീറ്റെയിൻഡ് ഏർണിങ്സ് അഥവാ ബി എത്രക്കാരം? 80% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ബാക്കി 20% നമ്മൾ ഭാവിയിലേക്ക് മാറ്റി വെക്കും. 80, 20, 100. 100%. 80%, 100 ഇത്. ഞാൻ നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് കേട്ടോ. 100%-ൽ 80% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കും, ബാക്കി 20% നമ്മൾ കമ്പനിക്ക് വേണ്ടി മാറ്റി വെക്കും. 20% നമ്മൾ മാറ്റി വെക്കും ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് 3 ഇതിലും കാണണം. 6, 8% ആകുമ്പോഴും 6, 10% ആകുമ്പോഴും 6, 15% ആകുമ്പോഴും 15% അങ്ങനെ 3 ഇതിൽ കാണുമ്പോഴും എങ്ങനെയാണ് നോക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? P0 = E - 1 - B / KE - BR. ഏർണിങ്സ് 10 ആണ്. 1 - B എന്ന് പറയുന്നത് 20%. 20ൻ്റെ ഇത് 0.2. 20ൻ്റെ ശതമാനം 0.2. KEൻ്റെ ശതമാനം 0.10 മൈനസ് B എന്ന് പറയുന്നത് എത്ര? 0.2. B ആണിത് കേട്ടോ. മൈനസ് 6 റീറ്റൻഷൻ, 6 റേറ്റ് ഓഫ് റിട്ടേൺ 8 ആണ്. 0.08. എത്ര നമുക്ക് ഉത്തരം കിട്ടുക? 95.24. അതുപോലെ തന്നെ ഈ 10% നമ്മൾ കാണുക. ഈ 10 - 1 - 0.2 ആണ് B / KE 10% മൈനസ് 0.2 മൈനസ് 6 എത്ര? 10%. 0.10. ഇവിടെ ആകെ മാറുക എത്രയാണ്? 6 മാത്രമാണ് മാറുക കേട്ടോ. ഈ താഴത്തെ ഇക്വേഷനിൽ 6 മാത്രമാണ് 3ൽ മാറുക. ഇതിൽ 0.08%, ഇതിൽ 10% ആയി മാറും കേട്ടോ. നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര ആയിരിക്കും? 100. അതുപോലെ തന്നെ ഇവിടെ 10 - 1 - 0.2 / 10%. 0.10 മൈനസ് 0.2 മൈനസ് 0 ഇവിടെ ഇൻറ്റു ആണല്ലേ. 0.2 ഇൻറ്റു എത്രയാണോ റേറ്റ് ഓഫ് റിട്ടേൺ 0.15. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 114.3. അപ്പോൾ നമ്മൾ 80% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 8% കിട്ടുമ്പോൾ 95.24. രണ്ടാമത്തെ റേറ്റ് ഓഫ് 10% ചെയ്യുമ്പോൾ 100% മാർക്കറ്റ് ഷെയർ കിട്ടും. മാർക്കറ്റ് പ്രൈസ് മൂന്നാമത്തിൽ മാർക്കറ്റ് പ്രൈസ് 114.3 കിട്ടും. ഇനി മൂന്നാമത്തെ കേസ്, വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100%. 100% നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ നമുക്ക് ഡി എന്ന് പറയുന്നത് 100%. അപ്പം നമുക്ക് റീറ്റൻഷൻ റേഷ്യോ അഥവാ ബി എന്ന് പറയുന്നത് എത്ര? 0 അല്ലേ? 0 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 6, 8%, 6, 10%, 6, 15% നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ? P0 = E - 1 - B / KE - B × 6. E എന്ന് പറയുന്നത് 10 ആണ്. 10 - 1 - B റീറ്റൻഷൻ റേഷ്യോ 0 ആണ്. / KE 10 ആണ്. 0.10 മൈനസ് B എന്ന് പറയുന്നത് 0 ആണ്. 0 × 6 റിട്ടൻഷൻ 0.08. എത്ര നമുക്ക് ഉത്തരം കിട്ടുക? 100 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 10 - 1 - 0 /
0.10 മൈനസ് 0 ഇൻറ്റു 0.10. ഇവിടെ എന്താ മാറുള്ളൂ? 6 മാത്രമുള്ളൂ മാറുക. ഓക്കെ അല്ലേ? ബാക്കി ബിയും കെയും ഇയും ഒക്കെ ഒന്നാണ്. ഉത്തരം 100. ഇവിടെ അതുപോലെ തന്നെ 10 മൈനസ് 1 മൈനസ് 0 ഡിവൈഡ് ബൈ 0.10 മൈനസ് 0 ഇൻറ്റു 0.15 കിട്ടും. ഇവിടെ 100 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇത്. അപ്പോൾ നമ്മൾ എന്താണോ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇക്വേഷൻ 3 കേസ് ഉണ്ട്. റെലവൻസ് തിയറിയിൽ 3 കേസ്. ആർ ഗ്രേറ്റർ ദാൻ കെ ഇ, ആറ് ലെസ് ദാൻ കെ ഇ, ആറ് ഈക്വൽ ടു കെ ഇ. ആറ് ഇപ്പോൾ നമുക്ക് 6 15 ഗ്രേറ്റ്, കെ ഇ 10, 8 ലെസ് ദാൻ 10, 6 എത്ര 10 ഈക്വൽ ടു 10. അങ്ങനെ ഇതല്ലേ നമ്മളത്. അപ്പം ഇങ്ങനെയുള്ള ടൈമിൽ 6 ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ 6 വലുത് 15%, 6 വലുതും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ചെയ്തത്. അപ്പോൾ നമ്മൾ 6 വലുത് ഇപ്പോഴത്തെ കെ ഇ ടൈമിലല്ലേ. അപ്പോൾ 6 റേറ്റ് ഓഫ് റിട്ടേൺ, ഡിവിഡൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കൂടുക. എപ്പോഴാണ്? 400. ഡിവിഡൻഡ് കുറച്ചും റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലും ആകുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാകുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കൂടുക. ഏത് ടൈമിലാണ്? റേറ്റ് ഓഫ് റിട്ടേൺ കൂടുമ്പോഴാണ്. 400 കിട്ടി ഇല്ലേ? 400, 114, മറ്റുള്ളതിനെയും കാട്ടി 114, 100, മറ്റുള്ള കൂടുതൽ. പിന്നെ അതുപോലത്തെ റേറ്റ് ഓഫ് റിട്ടേൺ എന്തുണ്ട്? കുറയുന്ന ടൈമിൽ 77, 95.24, 100 കുറവാണ് നമ്മളെ മാർക്കറ്റ് പ്രൈസ്. പിന്നെ മറ്റേ ആർ ഈക്വൽ ടു കെ ഇ, 10% ഒക്കെ ആകുമ്പോൾ നമ്മൾ മോദിഗ്ലാനി മില്ലർ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈക്വൽ ടൈമിൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതാണ്